ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക ശരത്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശരത്തിനോട് പറയും, ശരത്തെ നീ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്കയുടെ കയ്യിലുള്ള ആ സ്വർണ്ണം മുഴുവനെടുത്ത് പ്രിയങ്ക പുറത്തേക്ക് പോകുന്നത് കണ്ട് രാധിക ജനലിനുള്ളിൽ കൂടെ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ രാധിക പ്രിയങ്ക കാണാതെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക കിഴിയുമായി ശരത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ശരത്തിന് സ്വർണ്ണമെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ നീ പറഞ്ഞ എല്ലാ സ്വർണ്ണവും ഉണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ശരത്തേക്ക് എന്തിങ്ങനെ കിഴിയിലൊക്കെ ആയിട്ട് അപ്പോൾ പറയുന്നുണ്ട്, കണിമംഗലത്തിനായിട്ട് മോശം സിറ്റുവേഷനാണ് ഇവിടെ, നീ എനിക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്രശ്നമാകുമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശരത്ത് പറയുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിന് പുതിയൊരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നിൻ്റെ ഐഡിയയിൽ വല്ലതും ഉണ്ട്, ഇപ്പം എനിക്കതൊന്നും ഓർമ്മയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞങ്ങളിങ്ങനെ അയച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ നല്ല പേരാണെന്നിങ്ങനെ പറഞ്ഞു. PQ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ PQൻ്റെ അർത്ഥം പ്രിയങ്ക ക്യൂട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്, ഫുൾ ഫോമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ഭയങ്കരമായിട്ട് ഒരു സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രിയങ്കയോട് ഇങ്ങനെ വിസ്തരിച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക വലിയ ലെവലിലൊക്കെ ചെന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ വലിയ ലെവലിലെത്തും, അപ്പോൾ നീ പറഞ്ഞത് നിൻ്റെ പേരും കൂടി ആഡ് ചെയ്യാന്നല്ലേ ശരത്തെ എന്നിങ്ങനെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ മേലെ പറക്കുന്നത് ഞാൻ ഇവിടെ നിലത്ത് നിന്ന് ഇങ്ങനെ കാണുക, അതാണ് എൻ്റെ സന്തോഷം, അതാണ് നല്ലൊരു ഫ്രണ്ടിൻ്റെ കടമ എന്നൊക്കെ ശരത്ത് ഇങ്ങനെ തട്ടി വീഴുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണം വാങ്ങിച്ച് ശരത്തിനോട് പറയുന്നുണ്ട്, വേഗം പൊക്കോ, ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്നിങ്ങനെ പറഞ്ഞു പ്രിയങ്കയുടെ തോളിൽ തട്ടി ശരത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശരത്ത് പോകുന്നത് നോക്കി പ്രിയങ്കയും നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ശരത്ത് പോയ വഴി നിന്നിട്ട് പ്രിയങ്ക വീണ്ടും പറയുന്നുണ്ട്, പ്രിയങ്ക ക്യൂൺ, പ്രിയങ്ക റാണി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞിങ്ങനെ സന്തോഷവതിയായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കണിമംഗലമാണ്. അങ്ങനെ വരുണിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കാറിൽ വന്നിറങ്ങിയ വരുണിൻ്റെ അച്ഛനെ അമ്മ പിടിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നത് എന്നിങ്ങനെ പത്മിനി എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ വന്നു കയറി, ഞാൻ തന്നെ ഒന്ന് നടക്കാൻ നോക്കട്ടെ, എന്നെ ആശുപത്രിയിൽ നിന്ന് മടക്കിയതാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വർത്താനാണ് പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ വരുമ്പോൾ അമ്മ പിടിക്കേണ്ട, അച്ഛൻ കയറിക്കോളും എന്നിങ്ങനെ പറയും. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട് സന്തോഷവാനായിട്ട്. അങ്ങനെ വന്ന് കയറിയ വരുണിനെ കണ്ടിട്ട് മുത്തശ്ശി പറഞ്ഞു, നീ എന്ത് ഒരു പരിപാടി കാണിച്ചത്, നീ അങ്ങനെ വിളിച്ചിരുന്ന ആരും അറിയാതെ കാരണം ആർക്കും വിഷമമില്ല എന്നാണ് നീ കരുതിയെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ പരാതി മുഴുവൻ വരുണോടായിട്ട് പറയുന്നുണ്ട്. മുത്തശ്ശി വരുണോടായിട്ട് പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും പേടിപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ പേടിപ്പിച്ച് വരുന്ന സമയത്ത് നിന്നെ പേടിപ്പിക്കുന്ന ഒന്നീ വീട്ടിലുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ പറഞ്ഞു പോകാം മുത്തശ്ശി എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും. അങ്ങനെ ഇവരെല്ലാവരും നിന്ന് സംസാരിക്കുന്നതിനകത്ത് സൂര്യ വീൽ ചെയർ ഉന്തി ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ്റെ അരികിലേക്ക് ഒന്ന് അച്ഛൻ്റെ കൈ എടുത്ത് പിടിച്ച് പറഞ്ഞു, സൂര്യ അച്ഛൻ്റെ അടുത്ത് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സാഹചര്യമല്ലല്ലോ എൻ്റേതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛനെ വയ്യാണ്ടായതും അച്ഛന് ഇത്രയധികം വയ്യാണ്ടായതും എന്നെ കാണേണ്ടതൊക്കെ ആയിട്ട് ഞാൻ ആകെ തളർന്നു പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരും ചേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ചേട്ടനോട് സൂര്യ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, സാധാരണ ചേട്ടന്മാരെ പോലെ മതിയായിരുന്നു, അപ്പോൾ നിന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട്. അങ്ങനെ സൂര്യയോട് സൂര്യൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് കൽപ്പനയ്ക്കും ഗൗതമിനൊന്നും വലിയ ഇഷ്ടമാകുന്നില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് നീൽ പോയി പ്രിയങ്കയെ വിളിച്ച് കൊണ്ടുവരാൻ പറയുമ്പോഴേക്കും വരുണിൻ്റെ മുഖമൊന്ന് മാറുന്നുണ്ട്, വരുൺ ഇടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അച്ഛൻ എന്ത് വാർത്താൻ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പ്രിയങ്കയെ വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, അതല്ലേ മോള് കേട്ടതെന്നിങ്ങനെ പറയുന്നുണ്ട് വരുണിൻ്റെ അച്ഛൻ. അങ്ങനെ കൽപ്പന പറയുന്നുണ്ട്, നമ്മുടെ വീടിന് മാനവക്കേട് ഉണ്ടാക്കിയുള്ളതാണ് വിളിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നുണ്ട് കൽപ്പനയോട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി കഴിഞ്ഞതെല്ലാം മറന്ന് പ്രിയങ്കയെ വിളിക്കാം അങ്ങനെ വരുണിനോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞില്ല കഴിഞ്ഞതൊക്കെ പുറത്തു വന്നു, അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, അത് ചൂടോടുകൂടി ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് വരുണിനോട് മുത്തശ്ശി. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഇത് തന്നെ ഇവിടുത്തെ കുഴപ്പം, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ വായം പൊളിച്ച് നിന്നോളൂ, അപ്പോൾ പിന്നെ വന്ന് കയറുന്നവർക്കൊക്കെ എളുപ്പമായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇത് തന്നെ വന്ന് കയറിയ എല്ലാവർക്കും കുഴപ്പം തന്നെ ഏട്ടത്തിന്ന് ഇങ്ങനെ വരുണും കൽപ്പനയെ നോക്കി പറയുന്നുണ്ട്. അങ്ങനെ വരുൺ കൽപ്പനയോട് കലഹിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മുത്തശ്ശി പറഞ്ഞ പോലെ ചെയ്യാൻ പോയാൽ പ്രിയങ്കയെ വിളിച്ചിട്ട് കൊണ്ടുവരാൻ പോവുക എന്നിങ്ങനെ പറയുമ്പോൾ കൽപ്പനയുടെ മുഖമൊന്ന് മാറുന്നു. പിന്നെ കാണിക്കുന്നത് രാധികയാണ്. രാധിക മുത്തശ്ശിയുടെ കാലിങ്ങനെ ഒഴിയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. രാധികയോട് പറയുമ്പോൾ എന്നും മര്യാദയ്ക്ക് അമർത്തി തിരുമ്പടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കൽപ്പന പ്രിയങ്കയോട് പറയുന്നുണ്ട്, മോളിങ്ങനെ കുളിക്കാതെ നനയ്ക്കാതൊക്കെ ഇരുന്നാലും ഒരു വിവാഹബന്ധമാകുമ്പോഴൊക്കെ പൊട്ടലും ചുരുളൊക്കെ ഉണ്ടാവും, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും രാധികയോട് ദേഷ്യപ്പെടുമ്പോൾ അപ്പോഴേക്കും യശോദ വരുന്നുണ്ട്. അമ്മ എത്ര നേരമായി അവളോട് ഇങ്ങനെ തടകാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട്.
അങ്ങനെ യശോദ അത് ചോദിക്കുമ്പോൾ മുത്തശ്ശി നിനക്ക് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാലം നിലത്ത് കുത്താൻ വയ്യ, അതുകൊണ്ട് അവളോട് അമർത്തി തിരുമ്പാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി വന്നിട്ട് പറയാം, അന്ന് അമ്മയ്ക്ക് വയ്യെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അതൊന്നും വേണ്ട ആവശ്യമുണ്ട്, ഇന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് കുറേ മരുന്നൊക്കെ ചിലവായി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്പൂതിരി പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പുറത്ത് പോയി വന്ന് കണിമംഗലത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു മുത്തശ്ശി നീ എന്തിനാ കണിമംഗലത്ത് പോകണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയാം, അമ്മയ്ക്ക് അവളെ പ്രിയങ്ക മോളെ എടുത്തിരുത്തിക്കൊണ്ട് സമാധാനം, പക്ഷേ മറ്റുള്ളവർക്ക് അതില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നുണ്ട്. നോക്കി നിൽക്കുന്നുണ്ട് യശോദ. ഇതിനിടയിൽ മുത്തശ്ശി ഒന്ന് അമർത്തി തിരുമുടി എന്നിങ്ങനെ പറഞ്ഞ് രാധികയെ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്പൂതിരി പുറത്തിറങ്ങി കുറച്ചിങ്ങനെ നടക്കുമ്പോഴേക്കും വരുന്നുണ്ട്. കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ യശോദ ഏതേ വരുൺ മോൻ വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ യശോദ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവിടെ രാധിക ഉണ്ടല്ലോ. അങ്ങനെ മുത്തശ്ശി രാധികയെ കുത്തിത്തള്ളി, ഇവിടെ നിൽക്കണ്ട, വരുൺ മോൻ നിന്നെ കാണാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധികയെ ഉന്തിത്തള്ളി അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും വരുണും നമ്പൂതിരിയും അകത്തേക്ക് കയറി വരുന്നുമുണ്ട്. അങ്ങനെ വരുണകത്തേക്ക് കയറി വരുന്നുണ്ട്. മുത്തശ്ശിയും പ്രിയങ്കയും യശോദയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മോള് പറഞ്ഞു, പക്ഷെ മോള് പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല, മോനും കൂടി വന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അന്നും അവരൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് മോളെ കൊണ്ടുവന്നത്. മോൻ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് മോൻ ഞങ്ങൾക്ക് വാക്ക് തരണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. പക്ഷേ വരുൺ പറയുന്നുണ്ട് വാക്ക് തരാൻ പറ്റേ, എനിക്ക് പ്രിയങ്കയായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ വരുൺ പറയുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധിക ഇങ്ങനെ അമ്പലത്തിലേക്ക് ഓടുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനെ രാധിക വേറൊരു അമ്പലത്തിലേക്കാണ് വരുന്നത്. അവിടുത്തെ തിരുമേനിയോട് പറയുന്നുണ്ട് ഒരു പ്രത്യേക പൂജ കഴിക്കുന്നതൊക്കെ പറയുമ്പോൾ ദേവനാരായണ നമ്പൂതിരിയുടെ മുകളിൽ ഇവിടെ പൂജ കഴിക്കുമോ, അതെന്തിനാണെന്ന് അച്ഛൻ പുറന്ന് അമ്പലത്തിലേക്കൊന്നും പോയിട്ടില്ല, വയ്യാതിരിക്കുകയാണ്, അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, അച്ഛൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ തിരുമേനി പറഞ്ഞല്ലോ അതിലൊരു കാര്യമില്ല, അതെൻ്റെ ഭാഗ്യമാണെന്നിങ്ങനെ ഇവിടുത്തെ ആ അമ്പലത്തിലത്തെ ശാന്തി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്കയുടെയും വരുണിൻ്റെയും പേരും നാളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേക പൂജ കഴിക്കാമെന്നിങ്ങനെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് രാധികയോട് പ്രാർത്ഥിച്ചോളാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് വരുണിനെയും പ്രിയങ്കയുമാണ്. പ്രിയങ്കയും വരുണും കൂടി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട് അച്ഛൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും ചെയ്യാൻ പറ്റില്ല, താൻ എൻ്റെ കൂടെ വരണം എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറ്റില്ല, നിങ്ങളുടെ വീട്ടിലെ പട്ടിയല്ല ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിളിക്കുമ്പോൾ പോകാനും വരാനും എന്താ ഞാൻ ഒരു വിലയും ഇല്ലാത്ത ആളാണോ എന്നിങ്ങനെ, എൻ്റെ വീട്ടിൽ ഞാൻ തല കുനിച്ചിട്ടാണ് വന്നത്, അതുപോലെ നിങ്ങളുടെ വീട്ടിലും ഞാൻ ഏറെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്കത് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ താൻ എൻ്റെ ഏത് കണ്ടീഷനും ഞാൻ തയ്യാറാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയും എന്നാൽ ശരി, ഞാൻ 2 കണ്ടീഷൻ വയ്ക്കാം, എനിക്ക് എന്തെങ്കിലും സിനിമ കിട്ടിയാൽ അഭിനയിക്കാൻ പോകാനൊരു രഹസ്യമായി ഞാൻ പൊയ്ക്കോളാം, പിന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷന് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എനിക്ക് ഉണ്ടാക്കി തരണമെന്നൊക്കെ ഇങ്ങനെ വരുണോട് പറഞ്ഞുകൊണ്ട് വരുൺ അതിനെല്ലാത്തിനും സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ എന്ത് പറയുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞോളൂ, തനിക്കൊരു ബുദ്ധിമുട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പ്രിയങ്ക അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുന്നുമുണ്ട്. ഈ സമയത്ത് അവിടെ രാധിയെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് തിരുമേനി കൊണ്ടു കൊടുക്കുന്നു. തിരുമേനി ആ പ്രസാദം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിലൊരു ചരടുണ്ട്, അതിൽ അനിയത്തിയോട് ഭർത്താവിന് കെട്ടിക്കൊടുക്കാൻ പറയും, ഭർത്താവിന് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് അനിയത്തിയോടുള്ള സ്നേഹം ഇരട്ടിയാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിവിടെ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണെന്ന് ഇങ്ങനെ പറയുന്നൊരു ഭാഗത്താണ് പ്രിയങ്ക അത് വാങ്ങിച്ച് ചിന്തിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.